എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ കുഞ്ഞു വീഡിയോ നമ്മുടെ മൊത്തത്തിലുള്ളൊരു സുരക്ഷിതത്വത്തെക്കുറിച്ചാണ്. ഞാൻ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതലും ഈ സുരക്ഷിതത്വത്തെക്കുറിച്ചായിരുന്നു ഞാൻ സംസാരിച്ചിരുന്നത്. ഇന്നലെ തന്നെ നമുക്ക് മനസ്സിലായ തേവലക്കരയിൽ ഒരു വിദ്യാർത്ഥി മരണമടഞ്ഞു. അതിൽ KSBയും സ്കൂൾ അധികൃതരും ഒരുപോലെ കുറ്റക്കാരാണ്. ഒരു ഗ്രൂപ്പിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. KSBക്കാരിൽ അവർക്ക് ഒത്തിരി എംപ്ലോയീസ് ഉണ്ട്. അവിടെ ഏതെങ്കിലും ഒരു സേഫ്റ്റി ടീമിനെ വിട്ട് A to Z ഈ സ്ട്രീറ്റുകൾ, റോഡുകൾ, വീടുകൾ, ഫ്ലാറ്റുകൾ ഇങ്ങനെയൊക്കെയുള്ള ഭാഗത്ത് അവരുടെ സുരക്ഷിതമാണോ ഇല്ലയെന്ന് അവർ കൂടി ഉറപ്പുവരുത്തേണ്ട ഒരു ആവശ്യമാണ്. പക്ഷെ അത് എത്ര കണ്ട് സക്സസ്സായി അവർ നിർവഹിക്കുന്നു നമുക്കറിയില്ല. ഇത് അവസാനം എന്ത് അപകടം വന്നാലും ഇമ്മീഡിയറ്റായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാകും, കുറച്ച് പൈസ കൊടുക്കും ആശ്വാസത്തിന് വേണ്ടി. ഇതൊക്കെ ഒരു സ്ഥിരം നടന്നു വരുന്ന ഒരു പതിവാണ്. അത് കഴിഞ്ഞ് പോത്തോംകോടുന്നൽ ഒരു സ്ത്രീ ഈ ഫാൻ ബെൽറ്റിൽ കുടുങ്ങി അവരുടെ ജീവനം നഷ്ടപ്പെട്ടു. ഈ ജനറൽ അതും സുരക്ഷിതത്വത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ സംഭവിക്കുന്നതാണ്. അതിൽ ഈ സാധാരണ ഈ ഫാൻ ബെൽറ്റിൻ്റെ ചുറ്റും വന്ന് ഒരു ചെറിയ പ്രൊട്ടക്ഷൻ ഫ്രെയിം ചെയ്യാറുണ്ട്. അതായത് ഈ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സ്ത്രീകൾ എന്താ പറയുക, ഈ ചുരിദാർ ഇതൊക്കെ ഇടുമ്പോൾ ഈ ഷോളുണ്ട്, അതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. ആ ഷോൾ അറിയാതെ മിഷൻ്റെ ബലി കുടിക്കാതെ വലിച്ച് മൊത്തം അപകടം, പിന്നെ ജീവൻ രക്ഷിക്കാനായില്ല. ഈ സെയിം ഷോൾ പ്രോബ്ലം ടൂ വീലറിൽ പോകുന്നവർക്കും ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് സ്കൂട്ടറിൽ പിന്നും കുഴപ്പമില്ല, ബട്ട് ബൈക്കിൽ ഈ ഷോൾ കുരുങ്ങി ആൾക്കാർ മരിക്കാറുണ്ട്. 100% ഈ ഓരോരുത്തരുടെയും ജീവൻ അപഹരിക്കപ്പെടുന്നത് അശ്രദ്ധ മൂലമാണെന്ന് കരുതുക. അത് ഇപ്പോഴൊരു പാവം പിടിച്ചൊരു സ്ത്രീ മിഷൻ എന്തോ ഒരു മാവ് എന്തൊക്കെ പൊടിക്കുന്ന ഒരു മിഷനിലാണ് ഈ ഷാൾ കുടുങ്ങിയിരിക്കുന്നത്. അത് ഓണർ ശ്രദ്ധിക്കണം. ഇനി ഓണർ മാത്രം ശ്രദ്ധിച്ചാൽ പോരോ, അതിൽ വർക്ക് ചെയ്യുന്ന ആ എംപ്ലോയിയും സൂക്ഷിക്കേണ്ടതാണ്. പിന്നെ ജനറലായി കണ്ടുവരുന്ന നമുക്ക് ഒരു ദിനപത്രം വരെ മരണമടഞ്ഞ വാർത്തകളില്ലാത്ത പത്രം നമുക്ക് കിട്ടില്ല. വാഹന അപകടം അതിൽ കൂടുതൽ ടൂ വീലറാണ്. ഒന്ന് ടൂ വീലർ പോയി എവിടെയെങ്കിലും ഇടിക്കും, അല്ലെങ്കിൽ ടൂ വീലറിന് മറ്റൊരു വാഹനം ഇടിക്കും. ഇതെല്ലാം കാരണം ഒരാൾ മാത്രം സുരക്ഷിതം വിചാരിച്ചാൽ പോരാ. നമ്മൾ എത്ര സ്പീഡ് കൺട്രോൾ ചെയ്ത് സിഗ്നൽ കട്ട് ചെയ്യാതെ നമ്മുടെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് നമ്മൾ ഡ്രൈവ് ചെയ്താലും ആപ്പോസിറ്റ് വരുന്ന വണ്ടിയോ അല്ലെങ്കിൽ പിന്നിൽ നിന്ന് വരുന്ന വണ്ടിയോ അവർ ഈ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെങ്കിൽ അവർ അപകടപ്പെടുക. ആ അപകടത്തിൽ പെടുന്നത് മാന്യമായി വണ്ടി ഓടിക്കുന്നവരാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തികൾ പോലും സുരക്ഷിതത്വത്തെക്കുറിച്ച് 100% മനസ്സിലാക്കുന്നവരല്ല. ഒത്തിരി അപാകതകളുണ്ട്. അതൊക്കെയാണ് ഈ റോഡിൽ കൂടെ ചീഞ്ഞ് പാഞ്ഞു പോണ ബൈക്കുകൾ എന്തോരം സൗണ്ട് ഒച്ചപ്പാടും വെച്ചിട്ട് ഫൈറ്ററിനെക്കാളും സൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് ഈ ആൾക്കാർ യാത്ര ചെയ്യുന്നത്. ഇതിൽ മാത്രമല്ല, പിന്നെ ഒരു ചില കുട്ടികളുണ്ട്. ഇന്നിപ്പോൾ സാറ്റർഡേ കാണാം, എന്തെങ്കിലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഇന്നാണെങ്കിൽ കൂട്ടമായി പോയിട്ട് വീട്ടിൽ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളിക്കാൻ പോകാമെന്ന് പറഞ്ഞ് ഇവർ പോണത് ഏതെങ്കിലും കുളത്തിലായിരിക്കും. നീന്തൽക്കുളങ്ങളിലോ വല്ല ജലാശയങ്ങളിലോ അവിടെ പോയി കൂട്ടമായിട്ട് ചേരും, പുഴയിൽ ചാടും, നീന്താൻ അറിയില്ല, അവിടെ മുങ്ങിച്ചാകും. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് വരുന്ന ഇതാണ്. അതുകൊണ്ട് കഴിയുന്നതും കുട്ടികളെ പേരൻസ് ഒന്ന് ബോധവൽക്കരിക്കുക. എപ്പോഴും നിങ്ങൾ എന്ത് ആയിക്കൊള്ളും, പക്ഷേ സുരക്ഷിതത്വം 100% സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക. ഇനി ഒരു വ്യക്തി 100% സുരക്ഷിതനാണെങ്കിലും മറ്റൊരാൾ സുരക്ഷിതനല്ലെങ്കിൽ രണ്ടുപേരും അപകടത്തിൽപ്പെടും. ഇത് ഞാൻ പറഞ്ഞ് ഭയപ്പെടുത്തുകയല്ല. നമ്മൾ ലോകത്തിൽ എവിടെ പോയാലും, ഈ പുറം നാടുകളിൽ പോയാൽ, ഇപ്പോൾ ഒരു ഫാക്ടറി, വലിയ റിഫൈനറിയുടെ എവിടെ പോയിരുന്നാലും അവിടെ മുന്നിൽ ഒരു ബോർഡ് കാണും, സേഫ്റ്റി ബോർഡ്. ആ സേഫ്റ്റി ബോർഡ് അറിയുമ്പോൾ ഇന്ന് എന്തെങ്കിലും അപകടം പറ്റുമോ, അപകടം പറ്റിയില്ല, എന്താണ് എന്നത് എപ്പോഴും ആ ബോർഡ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അതൊക്കെ കാണാൻ പറ്റും. ദാറ്റ് ഈസ് അത്ര കണ്ട് സുരക്ഷിതത്വം അവർ പുറം നാടുകൾ ഉറപ്പുവരുത്തുകയാണ്.
നല്ല റോഡാണ്, ഇവിടുത്തെ കാര്യം സ്പീഡിൽ പോകണം. അവിടെ വാഹനങ്ങളുടെ അപകടം നിരക്ക് വളരെ കുറവാണ്. മറിച്ച് ഏറ്റവും കൂടുതൽ അപകട നിരക്ക് കൂടുന്നത് നമ്മുടെ കേരളത്തിലാണ്, ഇന്ത്യയിലുമാണ്. സുരക്ഷിതമുള്ള റോഡുകളല്ല. ഇതിൻ്റെ പ്രധാന കാരണം ഒന്നാമത് റോഡ് വന്ന് അപകടത്തിന് വേണ്ടി മാത്രം പണിത് വയ്ക്കുന്ന റോഡുകളാണ്. ഇത് പണിത് അപ്പുറത്ത് പോയിക്കാൻ ഒരു മഴ സീസൺ കഴിഞ്ഞാൽ അവിടെ കുഴിയാകും, അവിടെ വെള്ളമാകും. ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളം അത് കുഴിയാണ് എന്താണെന്ന് പോകുന്ന ടൂ വീലർക്ക് മനസ്സിലാകും. നേരെ പോയി അതിൽ ചാടും, തെറിച്ച് വീഴും. വരുന്ന വണ്ടി ശരീരഭാഗത്തൂടെ കയറി ഇറങ്ങി അങ്ങോട്ട് ജീവൻ ഹോമിക്കപ്പെടുന്നു. ഇത് വളരെ പരിതാപകരമായ ഒരവസ്ഥയാണ്. സുരക്ഷിതത്വത്തെക്കുറിച്ച് ആരും ഓർക്കുന്നില്ല. അതുപോലെ തന്നെ കള്ളുകുടിയന്മാർ, അവരാണ് ഏറ്റവും കൂടുതൽ ശല്യം. ഈ കള്ളു കുടിച്ച് ലെഫ്റ്റ് കറങ്ങി ഇവിടെ നടക്കും. അവസാനം നടക്കാൻ വയ്യാത്ത അവസരത്തിൽ എവിടെയും വീണ് ഏതെങ്കിലും വണ്ടിയുടെ പുറത്ത് കൊട്ടിച്ചാലും കയ്യോ കാലോ നഷ്ടപ്പെടും. അപ്പോൾ ഇത് ആകെ ചെയ്യാമെന്നുള്ളതാണ്. സാധിച്ചാൽ എല്ലാ ഭാഗത്തും ഒരു സുരക്ഷിതമായ ഒരു സംവിധാനം ഗവൺമെൻറ് ഉറപ്പുവരുത്തേണ്ടതാണ്. കാരണം ഫാക്ടറികൾ, സ്കൂളുകൾ, ഹോസ്പിറ്റൽ, പൊതുജനങ്ങൾ കൂടുതൽ പോകുന്ന സിവിൽ സ്റ്റേഷൻസ്, റെയിൽവേ സ്റ്റേഷൻസ്, ബസ് സ്റ്റാൻഡ്സ്, ഇവിടെ ഇങ്ങനെയുള്ള എല്ലാ ഏരിയകളിലും ഡെയിലി അറ്റ്ലീസ്റ്റ് ആൾട്ടർനേറ്റീവ് ഡേ ഒരു സേഫ്റ്റി ടീം ഇങ്ങനെ ഒന്ന് സെർച്ച് ചെയ്യാൻ നന്നായിരിക്കും. എന്തെങ്കിലും കുഴപ്പങ്ങൾ, അത് ഇലക്ട്രിക് ആണെങ്കിൽ അപ്പോൾ തന്നെ KSB വിളിക്കാൻ ഇമ്മീഡിയറ്റ് തന്നെ ആക്ഷൻ എടുക്കാൻ പറയുക. ഒരു കുഴപ്പം വരുന്നതിന് മുൻപ് ശ്രദ്ധിക്കുന്നതിൽ ഒരു കുഴപ്പം വരുന്നതിനേക്കാളും മുമ്പേ അത് ശ്രദ്ധിച്ചാൽ ആ ആക്സിഡൻ്റ്, ആ കുഴപ്പത്തെ നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ പറ്റും. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കഴിയുന്നത് ഗവൺമെൻറ് ഇതിൽ വളരെ സ്ട്രോങ്ങായ ഒരു ഡിസിഷൻ എടുക്കണം. രണ്ടാമത്, ഈ വീട്ടിൽ പണി ചെയ്യുന്നവരുണ്ട്. ഈ ആവശ്യം ഒരു സേഫ്റ്റി ഇല്ലാത്ത സ്കാഫോൾഡിങ് കെട്ടും, ആൾക്കാർ അധികം ഞാണിമേൽ തൂങ്ങിക്കിടന്ന് പെയിൻറ്റ് ചെയ്യും. ഇതൊക്കെയെല്ലാം നിരോധിക്കേണ്ടതാണ്. അങ്ങനെയുള്ളൊരു പെയിൻറ്റ് ചെയ്യുന്ന ഹൗസിംഗ് ഓണറെയാണ് പ്രോസിക്യൂട്ട് ചെയ്യേണ്ടത്. രണ്ടാമത്, ആ പെയിൻറ്റ് ചെയ്യുന്നവരെ നിരോധിക്കണം. ആ പെയിൻറ്റിന് വേണ്ടി കരാറെടുക്കുന്നവരെ അവരെ ബോധവൽക്കരിക്കണം. സുരക്ഷിതമില്ലാത്ത യാതൊരു പണിയും ചെയ്യാൻ ആരെക്കൊണ്ട് ശ്രമിക്കാതെ സേഫ്റ്റി ബെൽറ്റ് മസ്റ്റായിട്ട് വേണം. ഇതൊക്കെ വളരെ പ്രധാനമാണ്. ഇങ്ങനെ ശ്രദ്ധിച്ചാൽ ഏതാണ്ട് ഒരു 75% വരെ ഈ ആക്സിഡൻറ്റ് നിരക്കുകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇത് കൂടിക്കൂടി വരികയാണ്. ഇന്നലെ ഞാൻ അവിടെ ഒരു പയ്യൻ മരിച്ചു, ഇന്നലെ ഇവിടെ ഒരു സ്ത്രീ മിഷനിൽ കൂടി, ഇങ്ങനെ അതൊരു പരമ്പരയായി തുടരുകയാണ്. ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. എങ്ങനെയാണ് മഫ്തി ഡ്രസ്സിൽ പോലീസുകാർ ക്രിമിനൽസിനെ പിടിക്കാൻ നടക്കുന്നത്, അതുപോലെ മഫ്തി ഡ്രസ്സിൽ സുരക്ഷിതം ഇല്ലാത്ത സാധനങ്ങളെ കണ്ടെത്തി ഇമ്മീഡിയറ്റ് ഒരു ആക്ഷൻ എടുക്കാനുള്ള സംവിധാനം ഗവൺമെൻറ് തലത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ അപകടങ്ങളെ ഒഴിവാക്കാൻ പറ്റൂ. ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഒരു അപകട മരണങ്ങൾ അതിൻ്റെ നിരക്കുകൾ ഒന്ന് കുറയ്ക്കാൻ ഗവൺമെൻറ് ഒന്ന് ശ്രദ്ധിച്ചാലും, അതിനേതെങ്കിലും ഒരു റെസ്ക്യൂ ടീംസിനെ പ്രത്യേകം ഭാരം ഏൽപ്പിക്കുക. ഇപ്പോൾ എല്ലാ ഭാഗത്തെയും ഗവൺമെൻറ് റെസ്ക്യൂ ഫയർ സേനയെ കൊണ്ടല്ലോ, അവർക്ക് സ്ട്രിക്റ്റായിട്ട് അവർ ഇൻസ്ട്രക്ഷൻ അവർ തന്നെ ഒരു ചെക്കപ്പ് ചെയ്യട്ടെ. അതുപോലെ KSB അവരുടെ ഡ്യൂട്ടി നോക്കട്ടെ. ഈ ഈ റോഡ് കുത്തിപ്പൊളിക്കുന്നവരുണ്ട്, ഈ വാട്ടർ അതോറിറ്റി, അവരാണ് ഏറ്റവും വലിയ ഹാനികരമായി മാറുന്നത്. എവിടെയായിരുന്നു കുഴിച്ചിട്ട് അവർ മറിക്കാൻ പോയി തലതിരിച്ച് വീഴുക, ആൾക്കാർ തലയടിച്ചാൽ വീഴുക, മരിക്കുക, ഇതൊക്കെ ഒരു സ്ഥിരമാണ്. അപ്പോൾ ഈ സിവിൽ സൈഡിലുള്ള ജോലികൾക്ക് വേണ്ട സ്ട്രിക്റ്റ് കൊടുക്കണം. അതുകൊണ്ട് ഗവൺമെൻറ് കളക്ടറും ഒക്കെ ഇതിനൊന്നും വേണ്ട ഒരു നടപടി സ്വീകരിച്ചാൽ ജീവനുകളെ നഷ്ടപ്പെടുത്താതെ നമുക്ക് ചെയ്യാം. അതുകൊണ്ട് ഇനിയും അപകട മരണങ്ങളുടെ നിരക്കിനെ കുറയ്ക്കാൻ ശ്രമിക്കുക പ്ലീസ്. ഓരോ മാതാപിതാക്കൾക്കും അവരുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഒരു 5 ലക്ഷം 10 ലക്ഷം രൂപ കൊണ്ട് അവരുടെ നഷ്ടം നികത്താൻ പറ്റില്ല. ആ കുഞ്ഞിൻ്റെ ജീവൻ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. അതുകൊണ്ട് മാതാപിതാക്കളും ശ്രദ്ധിക്കുക, കുട്ടികളെ ബോധവൽക്കരിക്കുക. അവധി ദിനങ്ങളിൽ അവരെവിടെയാണ് കളിക്കാൻ അവർ സുരക്ഷിതമാണെന്നുള്ളത് മാതാപിതാക്കളും മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനിയും ദുരന്ത വാർത്തകൾ കേൾക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഇത് സബ്സ്ക്രൈബ് ചെയ്യും, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യാം. ഞാൻ GK തുമ്പക്കാരൻ. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.